എന്ന രൂപത്തിൽ ഭൂമിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും കാണിച്ചു കൊടുക്കുന്നു. നേഴ്സസ് എന്ന തൊഴിലിനെ ഒരു പുണ്യകർമ്മമായി തിരുത്തി എഴുതിയ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ 201ാം ജന്മദിനമാണ് 2021 ഈ നേഴ്സിംഗ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ക്രിമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാരെ പരിചരിച്ചുകൊണ്ടാണ് അവൾ പ്രശസ്തയായി തീർന്നത്. ആ സമയത്ത് അവിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് ലോകമെമ്പാടും ഉറങ്ങുന്ന സമയത്ത് കയ്യിൽ ഒരു വിളക്കുമേന്തി ഈ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുകയും അവരുടെ സ്നേഹാന്വേഷണങ്ങൾക്കായിട്ടും പോയ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് വിളക്കേന്തിയ വനിത എന്ന് വിശേഷണം നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ന് COVID-19 എന്ന വൈറസ് നമ്മുടെ ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും വിലവെക്കാതെ നമുക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ നേഴ്സസിനെ ഓർക്കുവാൻ ഈ ദിനം അവർക്കായിട്ട് ഒരു ചെറിയ പ്രോഗ്രാം നടത്തുവാൻ സാധിച്ചതിൽ ഞങ്ങൾ ഓരോരുത്തരും അതിയായി സന്തോഷിക്കുന്നു. JCI മുളന്തുരുത്തിയുടെ JC റെഡ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിലേക്ക് കോഹോസ്റ്റ് ആയിട്ട് കടന്നു വന്ന JCI കൊച്ചിൻ, JCI കൊച്ചിൻ മെട്രോ, JCI കരിമുകൾ, JCI കൊച്ചി ഇൻഫോ പാർക്ക്, JCI കോലഞ്ചേരി എന്നീ ചാപ്റ്ററുകളിലെ ഓരോരുത്തരെയും അവരോടുള്ള സ്നേഹം ഞാൻ അറിയിച്ചുകൊണ്ട് വെൽക്കം അഡ്രസ്സിനായിട്ട് കരിമുകൾ JCIയുടെ JC റെഡ് ചെയർപേഴ്സൺ സജീന റഫീഖിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ആശ. ഇന്നത്തെ നമ്മുടെ മൾട്ടി ലോൺ പ്രോഗ്രാമിന്റെ ചെയർപേഴ്സൺ JC മുളന്തുരുത്തിയുടെ ചെയർപേഴ്സൺ ആശ സുരജ്, കോ ഹോസ്റ്റുകളായ JCI കൊച്ചിന്റെ ചെയർപേഴ്സൺ JC റെഡ്സ് അനു തങ്കം, JCI കൊച്ചിൻ ഇൻഫോ പാർക്ക് ചെയർപേഴ്സൺ JC റെഡ്സ് ലിനി ജോൺ, JCI കോലഞ്ചേരി ചെയർപേഴ്സൺ JC റെഡ്സ് ദീപ ജോസി, JCI കൊച്ചിൻ മെട്രോ ചെയർപേഴ്സൺ അനി ജോജി, ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായ മിലു സൂസൻ തോമസ്, ഗസ്റ്റ് ഓഫ് ഓണർ JC റെഡ്സ് ശ്രീവിദ്യ ഹാരിഷ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വൈവിധ്യം JC മനോജ് ഗോവിന്ദ് സാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യമായ നഴ്സസ് ഡേ വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും ഇന്ന് നാം ഇവിടെ ആഘോഷിക്കുകയാണ്. ആദ്യമായി ഞാൻ ഈ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിന്റെ ചെയർപേഴ്സൺ JC റെഡ്സ് ആശ സൂരജിനെ ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായി വരുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് നാം തീരുമാനിച്ച് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പ്രശസ്ത സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ മിസ്സിസ് മിലു സൂസൻ തോമസിനെ ആത്മാർത്ഥമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോൺ 20 JC റെഡ്സ് വിങ്ങിന്റെ അഭിമാനവും നമ്മുടെ വഴികാട്ടിയും ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് ഓഫ് ഓണറുമായ JC റെഡ്സ് സോൺ ഡയറക്ടർ ശ്രീവിദ്യ ഹാരിഷ് മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. JCI ഇന്ത്യ ഓതറും നാഷണൽ ട്രെയിനറും വാക്കുകൾ കൊണ്ട് അനുഭവത്തിന്റെ വാതായനം തുറക്കാൻ കഴിവുള്ള ആളുമായ JC മനോജ് ഗോവിന്ദ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് കോ ഹോസ്റ്റ് ആയിരിക്കുന്ന മുഴുവൻ JC റെഡ്സ് ചെയർപേഴ്സൺമാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള നഴ്സുമാരായ സഹോദരിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ അവരെ കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന വിവിധ ലോമിന്റെ JC റെഡ്സ് അംഗങ്ങളും ഒപ്പം തന്നെ നോൺ JC അംഗങ്ങളും ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. അടുത്തതായി ഞാൻ താങ്ക്സ് സജീന ചേച്ചി. അടുത്തതായി ഞാൻ JC റെഡ് ആശ സൂരജിനെ
ചെയർപേഴ്സൺ അഡ്രസ്സിനായി ക്ഷണിച്ചു. താങ്ക് യു അനു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് മിലു സൂസൻ മാം, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മനോജ് ഗോവിന്ദ് സർ, നമ്മുടെ സോൺ ഡയറക്ടർ ശ്രീവിദ്യ മാം, നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ZVP അഡ്വക്കേറ്റ് HGF നെൽസൺ ജോസഫ് സാർ, അതുപോലെ ഇന്ന് നമ്മോടൊപ്പം കോ-ഹോസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ എല്ലാ പ്രസിഡന്റ്സും എല്ലാ ചെയർപേഴ്സൺസും നമ്മുടെ ഓരോ മെമ്പേഴ്സിനും ഇന്നത്തെ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ മാലാഖമാരെയും ഈ എന്റെ എല്ലാ സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തികളാണ് നമ്മുടെ നേഴ്സസ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചിരിക്കുന്ന മുഖവുമായി കുറവ് പറ്റാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായി രാവും പകലും മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ പോലും നോക്കാതെ അധ്വാനിക്കുന്നവരാണ് ഈ മാലാഖമാർ. പലപ്പോഴും നാം എല്ലാം ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടേഴ്സിനെ, നേഴ്സസിനെ എല്ലാം മാലാഖമാർ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ആ വിശുദ്ധിയും മഹിമയും എല്ലാം നേരിട്ട് കാണുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ഒരു PPE കിറ്റ് ഇട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയിൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ അവർ ഓവർ ടൈം വരെ ചെയ്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ചിലപ്പോൾ PPE കിറ്റ് അവർക്ക് ഊരാൻ പറ്റുന്നത്. ഈ മാസ്ക്, PPE കിറ്റ് ഇതെല്ലാം ധരിച്ച് ഈ പൊരിഞ്ഞ ചൂടില് അവരുടെ ജീവനും അവരുടെ കുഞ്ഞുങ്ങളെയോ അവരുടെ കുടുംബങ്ങളെയോ നോക്കാതെ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിബ്യൂട്ട്, ചെറിയൊരു നമുക്ക് ഇതൊന്നും അല്ല എന്നറിയാം, എന്നാലും നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ചെറിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇതിനോടിടയ്ക്ക് തന്നെ ഇവരുടെ ഈ സേവനത്തിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള അനേകരുണ്ട്. അവരെല്ലാം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമുക്ക് ഓർക്കാം. അതിനോടൊപ്പം തന്നെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുവാനും സമൂഹത്തിലെ ഇറങ്ങിച്ചെന്ന് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്നു. അവർ നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ നിന്ന് തിരിച്ച് നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്നത് നല്ല സ്നേഹം, നല്ല ബഹുമാനം, നല്ല കരുതൽ, മാറ്റി നിർത്തപ്പെടാതിരിക്കൂ അവരെ ഈ സമൂഹത്തിൽ നിന്ന്. പലപ്പോഴും കോവിഡ് എന്ന മഹാമാരി ശുശ്രൂഷിച്ചിട്ടുള്ള പല നഴ്സുമാരുടെയും അനുഭവങ്ങളിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ വീട്ടിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പോ അതിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ അവർക്കത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം അവർക്ക് വേണ്ടി എല്ലാം സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന നിങ്ങളോടുള്ള എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓവർ ടു MC. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയായി പരിപാടിയിൽ പങ്കെടുക്കുന്ന ജെയ്സിറേറ്റ് മീൻ സോൺ ഡയറക്ടർ JC ശ്രീവിദ്യ ഹരീഷ് എന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ ശ്രീവിദ്യ മാമിനെ ക്ഷണിച്ചുകൊള്ളു. കേൾക്കാം കേൾക്കാം. A warm good evening to all of you. Today's chairperson Asha Suraj
President Anju Varghese, today's chief guest Ms. Nilu Susan, special guest Manoj Govind sir, Zone Vice President Nelson Joseph, all my JSRED chairpersons, JC family members, today's stars, our nurses, and all the participants who are attending this session. Very happy to be a part of today's Hello, ma'am. Hello, ma'am. മാം കേൾക്കാമോ? ബ്രേക്ക് കേൾക്കുന്നില്ലല്ലോ. ആവുന്നുണ്ട് മാം, ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ദ ചെയിൻ ആണോ? കേൾക്കുന്നില്ലല്ലോ. Hello, Hello, ma'am. hello. Hello. ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. Congratulations to all you who have worked for it, and we know many more programs are yet to come. Today is an important day. As we know, nurses are the people who have high frequency of love, very sincere to their work as they put service above personal gain. That is why they are known as the backbone of healthcare system. They are the real warriors in today's Voice pandemic മാത്രമേ ഉള്ളൂ, video കിട്ടുന്നില്ല കേട്ടോ. situation. വീഡിയോ ഓഫ് ആക്കിയതാണ് ഞാൻ. നല്ല മഴ അവിടെ. She is a nurse. Thank you. താങ്ക് യു വിദ്യ മാം. കായിക ബലത്തേക്കാൾ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളതും ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രശസ്ത സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ മിസ് മിലു സൂസൻ തോമസ് ആണ്. മാം എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും ഡയറക്ടറും കൂടിയായ മിസ് മിലു കേരള സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കാതോർത്ത് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായും തൃശ്ശൂരിലെ നിർമ്മല മാത സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് സഹകരിച്ച് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഐ വെൽക്കം യു മാം ടു ദ പ്രോഗ്രാം. Thank you. So, good evening, Manoj sir. Good evening, Srividya madam. Good evening to all JCI members. Because എനിക്ക് എല്ലാവരുടെയും പേര് അങ്ങനെ എടുത്തു പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ജനറൽ അഡ്രസ് ചെയ്തത്. മറ്റുള്ള good evening to all. So, hello, am I audible? Yes ma'am. You are. So, first of all, I wish a fantabulous women Nurses Day to all the lovely nurses present here. And I have to say, I'm a nurse. I am proud to say that I am a nurse. So today, I want to address you all as a nurse representative. So I'm keeping all my other designations aside. So here I speak as a nurse representative. I have some concerns to share with you all, to public. So ഞാനിവിടെ ഒരു അവയർനെസ് വേണ്ട ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മളുടെ നേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്കായിട്ട്. സോ ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. So welcome you all to the presentation. Thank you, ma'am. The topic is about an awareness on the need of mental support for healthcare workers during the pandemic.
സോ ഇപ്പോ നമ്മളിവിടെ നിങ്ങളെല്ലാം അഡ്രസ് ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നഴ്സസ് ആർ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ ഏഞ്ചൽസ്. നോട്ട് ഓൺലി നഴ്സസ്, മെയിൻ ആയിട്ട് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ എല്ലാം ഒരു ഏഞ്ചൽ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ദേ ആർ ഓൾ ഹ്യൂമൻസ്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ വിചാരങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള വ്യക്തികളാണ് നഴ്സസും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ജനറൽ പബ്ലിക് തന്നെ വളരെ വലിയ വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ഈ അവസരത്തില് ഇത് നമ്മളെക്കാൾ കൂടുതൽ ഡയറക്ട്ലി ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരുപാട് വലിയ മെന്റൽ ക്രൈസിസിനെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും പബ്ലിക്കിന്റെ ഒരു ബോധമില്ലായ്മ, അങ്ങനെയുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള ബോധമില്ലായ്മയൊക്കെ അവരില് വളരെ വലിയ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പിന്നെ അഡ്രസ് ചെയ്യേണ്ടത് ഇന്നിന്റെ ആവശ്യകതയായിരുന്നു. ഇതിന്റെ ഒരു റെലവൻസ്, ഈ ഒരു ടോപ്പിക്കിന്റെ റെലവൻസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു സേ കുറച്ച് സ്റ്റഡീസ് ആണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. അത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതായത് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിക്ക് അറിവുള്ള ഒരു വിഷയമാണ് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ മെന്റൽ സ്ട്രഗിളിനെ പറ്റി. ഒരുപാട് സ്റ്റഡീസ്, ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റഡീസ് പറയുകയാണെങ്കിൽ സാഴ്സിന്റെ സമയത്ത് ഏകദേശം ഒരു ഡെക്കേഡ് മുന്നേ സാഴ്സ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ സമയത്ത് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാൻഡമിക് ഉണ്ടാകുമ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂറിങ് എ പാൻഡമിക് എന്ന് പറയുന്നത് ഒരു നോൺ ഇഷ്യൂ ആണ്. ഒരിക്കലും നമ്മൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇറ്റ്സ് എ നോൺ ഇഷ്യൂ. സോ ഇറ്റ്സ് എ റിയൽ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത് ഇന്നിന്റെ ഒരു ആവശ്യകതയാണ്. ഒരു റിയൽ ചലഞ്ച് ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഇങ്ങനെ കുറെ സ്റ്റഡീസ് ഉണ്ട്, അവർക്ക് മെന്റൽ സപ്പോർട്ടിന്റെ ആവശ്യകതയുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ മെന്റൽ സപ്പോർട്ടിന് വേണ്ടി കുറെ മാർഗങ്ങൾ ഇപ്പം ഗൈഡ് ലൈൻസ് ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെയൊക്കെ ഒരു ലോങ് ടേം സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ ഓൺ ദാറ്റ്, ആ ഒരു ഗ്രൂപ്പില് ഇതിന്റെ ഒരു ലോങ് ടേം സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതുവരെയും വെളിവായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ. ഒരു ലോങ് ടേം സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷനിൽ അവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഇതിനുണ്ടാവാം. അപ്പോ പിന്നെ അടുത്തത് ഫ്യൂച്ചർ. അപ്പൊ ഈ കുറെ കാര്യങ്ങള് ഇത് ഡയറക്ട്ലി ലിങ്ക്ഡ് എന്ന് പറയുന്നത് ടു ഫ്യൂച്ചർ ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ്. അപ്പൊ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ ഹെൽത്ത് കെയർ പേഴ്സണൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അപ്പൊ അവരുടെ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽസ് ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റപ്പ് ഉള്ളവരല്ല, അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ഡേഞ്ചർ ആണെങ്കിൽ ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി തന്നെ ഡേഞ്ചർ ആണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു റെലവൻസ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂവിനെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എടുത്തു വെക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി. ഇനി അടുത്തത് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇംബാലൻസ് ഉണ്ടാകുന്നതിനുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്, ഇതൊക്കെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് COVID-19 പശ്ചാത്തലത്തിൽ. ഇപ്പൊ നമുക്ക് പറയാനായിട്ട് ഒരു പാൻഡമിക് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സിനെയൊക്കെ ഞാൻ ഞങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഈസ് about its rapid spread. അല്ലെ, നമുക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ഇതിന്റെ സ്പ്രെഡബിലിറ്റി. ഇതിന്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റാപ്പിഡ് ആണ്. അപ്പോൾ നമുക്കിതിനെ തടുക്കാനോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടണോ എന്ന് ഈവൻ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് മുന്നേ ഇവര് സ്പ്രെഡ് ചെയ്യും. റൈസ് ഇൻ ദ റേറ്റ് ഓഫ്, അപ്പൊ സ്പ്രെഡബിലിറ്റി കൂടുന്തോറും റേറ്റ് ഓഫ് ഡെത്തും കൂടും. ലാക്ക് ഓഫ് ഡെഫിനിറ്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഓർ വാക്സിൻ. ഒരു പേഷ്യന്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ മുന്നിലേക്കോ ഡോക്ടറിന്റെ മുന്നിലേക്കോ എത്തിപ്പെട്ടാൽ have to treat. അത് തന്നെ ഒരു മിസ്റ്ററിയാണ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് അവർ കൊടുക്കുന്നു, പക്ഷെ ആ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് തന്നെ എഫക്റ്റീവ് ആണോ എന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ദാറ്റ് അത് ജനറൽ പബ്ലിക്കിന് മനസ്സിലാവില്ല. അതൊരു മീൻസ് ഇറ്റ്സ് എ ഡൈലാമ ഫോർ നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ്. പിന്നെ മാസീവ് വർക്ക് ലോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നോർമൽ സെറ്റപ്പിൽ തന്നെ ഹെൽത്ത് കെയർ പേഴ്സണൽ വളരെ കുറവുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു പാൻഡമിക് പടർന്നു പിടിച്ചപ്പോൾ അവിടെ അവർക്കൊരു മാസീവ് വർക്ക് ലോഡ് ആയത്. പിന്നെ ലാക്ക് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ന്യൂസിലൂടെയും എല്ലാം കേൾക്കാറുണ്ട് എപ്പോഴും. ലാക്ക് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്.
അൺഅവൈലബിലിറ്റി ഓഫ് റാപ്പിഡ് ടെസ്റ്റിംഗ്, അതും നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെളിവായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ന്യൂസിൽ കൂടെ. ഫീലിംഗ് ഓഫ് ഇനാഡിക്വേറ്റ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്, that is also of course it is there. The inadequate organizational support, ഓർഗനൈസേഷനും അറിയത്തില്ല ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ സപ്പോർട്ടാണ് അവർക്ക്. കാരണം ഇതൊക്കെ ഒരു ഈ പാൻഡമിക് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വൈറൽ ഇൻഫെക്ഷ്യസ് പാൻഡമിക് ആണ്. അത് തന്നെ നമുക്കൊരു എല്ലാം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ യാതൊരു സെറ്റപ്പും ഇല്ല. നമുക്ക് അതിനെ എങ്ങനെ നേരിടണം, ഏത് സപ്പോർട്ടാണ് അവരുടെ മുന്നിലേക്ക് എടുത്തു വെക്കേണ്ടതൊന്നും ആർക്കും അറിയത്തില്ല. ഇനി ജനറൽ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനറൽ പബ്ലിക്കിന്റെ തന്നെ ലൈഫ് സ്റ്റൈൽ മാറി അല്ലേ. നമ്മളിപ്പം ജീവിക്കുന്ന ന്യൂ നോർമലിലാണ്. അപ്പൊ അത് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവരുടെ വർക്ക് ലോഡ്, അവരുടെ മെന്റൽ പ്രഷർ, അതായത് വർക്ക് സെറ്റിംഗ്സിൽ നിന്നുള്ള ഇത് കൂടാതെ they have to handle this also, the general change in lifestyle. പിന്നെ ഐസൊലേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റിഗ്മ, ഇവിടെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു. ഐസൊലേഷൻ ആൻഡ് സോഷ്യൽ, നേഴ്സാണ്, ഡോക്ടറാണ്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്നതാണ്, ലാബിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ പബ്ലിക് നമ്മുടെ അടുത്ത് നിന്ന് ഓടും. പിന്നെ അടുത്തത് സ്പെക്കുലേഷൻസ് അബൌട്ട് ഇറ്റ്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതാണ് അടുത്തത്. ഇതിപ്പോ ഇത് എങ്ങനെ പകരുമെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം. ആദ്യം നമ്മളിത് എങ്ങനെ അറിയുന്നത്? ആദ്യം പറയുന്നു ഇത് കോണ്ടാക്ട് കൂടെയാണ്, പിന്നെ പറയുന്നു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്, പിന്നെ പറയുന്നു അത് എയർബോൺ ആണ്, അപ്പൊ പിന്നെ പറയുന്നു ഇപ്പൊ ഓൾ ദി വേസ് ഇതിൽ കൂടെ എല്ലാം പകരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പോലും അറിയത്തില്ല. അപ്പൊ ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പോലും അറിയത്തില്ലാതെ ഡയറക്റ്റ് കോണ്ടാക്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരു പബ്ലിക്കിന് അത് മനസ്സിലാക്കാവുന്നതിന്റെയും അപ്പുറമാണത്. അവരനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ. പിന്നെ എക്സ്റ്റെൻസീവ് മീഡിയ കവറേജ്, അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മീഡിയ കവറേജ്, അതായത് ഇങ്ങനെയുള്ള ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സെറ്റിംഗ്സിന്റെ ഒക്കെ ഒരു ഇൻഎഫിഷ്യൻസിയും അല്ലെങ്കിൽ അവരുടെ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ടും ഒന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് അവർ എക്സ്റ്റെൻസീവ് മീഡിയ കവറേജ് കൊടുക്കും. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഇത് ആക്ച്വലി നെഗറ്റീവ് ആയിട്ടാണ് ഈ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ, ഹെൽത്ത് കെയർ പേഴ്സണലിനെ അഫക്ട് ചെയ്യുന്നത്. അവരുടെ കോൺഫിഡൻസ് പോവും, അവർക്കൊരു സപ്പോർട്ട് ഇല്ലാന്ന് അവർക്ക് തന്നെ തോന്നും. പിന്നെ അടുത്തത് എത്തിക്കൽ ഡൈലാമ, അതാണ് അടുത്ത മെയിൻ ഒരു ഇഷ്യൂ. പേഴ്സണൽ റിസ്ക് ആൻഡ് സൊസൈറ്റിയിൽ ഒബ്ലിഗേഷൻ. നമ്മളെല്ലാവരും ഇപ്പൊ നിരന്തരം നമ്മൾ ന്യൂസിൽ കൂടെ കേൾക്കുന്നു, ഗവൺമെന്റ് നമ്മളോട് പറയുന്നു നമ്മൾ സോഷ്യൽ കോണ്ടാക്ട്, സോഷ്യൽ ഡിസ്റ്റൻസിൽ പെരുമാറണം, നമ്മൾ ഒരിക്കലും പേഴ്സണൽ കോണ്ടാക്റ്റിൽ പോവരുത്, മാസ്ക് വെക്കണം, പ്രൊട്ടക്റ്റീവ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് അതൊരു ഡൈലാമയാണ്. ഞങ്ങൾ വെദർ ടു കെയർ ഫോർ ദ പേഷ്യന്റ് ഓർ അവർസെൽസ്. അവർക്ക് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നോക്കണോ? കാരണം അവർ വഴി അവരുടെ ഫാമിലീസിലേക്ക് ഇത് എത്തപ്പെടാം, കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തപ്പെടാം. അപ്പൊ അവരുടെ പേഴ്സണൽ റിസ്ക് ആണോ സൊസൈറ്റിയിൽ ഒബ്ലിഗേഷൻ ആണോ? ഇതിൽ ഏതാണ് തൂക്കം നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് തൂക്കം കൂടുതൽ എന്ന് നിർണ്ണയിക്കേണ്ട അതികഠിനമായ ഒരു അവസ്ഥയിൽ അവർ എത്തിപ്പെടും. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, അത് ട്രയാജ് ഒക്കെ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനായിരിക്കാം, അല്ലെങ്കിൽ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള വ്യക്തികൾക്കായിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മിക്കപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു കിഡ്സ് ആൻഡ് ലേഡീസ്. അപ്പോ അങ്ങനെയുള്ള തെരഞ്ഞെടുക്കലുകൾ നടക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ സാധനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോലെ നമ്മൾ ജീവനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് വളരെ വലിയ മെന്റൽ ഡിസ്റ്റർബൻസസ് നഴ്സസിന് മാത്രമല്ല ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മൊത്തത്തിൽ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ ഒരാളെ മരിക്കാൻ വിട്ടിട്ടായിരിക്കും ബാക്കി രണ്ടുപേരെ രക്ഷിക്കുന്നത്, കാരണം മറ്റേ രണ്ടുപേർക്കായിരിക്കും ലൈഫ് സ്പാൻ കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ്. ഇനി അടുത്തത് ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെയാണ് ഇതിന്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് ഡിസ്റ്റർബൻസസ് ഈ ഹെൽത്ത് കെയർ പേഴ്സണൽസിന് ഉണ്ടാക്കാനുള്ള ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവരിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. That is, of course, anxiety, depression, fear, insomnia, traumatic stress, burnout, substance use disorder and suicide. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ. ആങ്സൈറ്റി ഈസ് ഓൾവേസ് ഫോളോഡ് വിത്ത് ഡിപ്രഷൻ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ പലപ്പോഴും ഡിപ്രഷൻ ഉള്ളവർക്ക് ഒരു ആങ്സൈറ്റിയുടെ ഹിസ്റ്ററി ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന ലോങ് ടേം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 80% ആളുകളിലും ആങ്സൈറ്റി, ഡിപ്രഷനും, ഫിയറും, ഇൻസോമിനിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സഡൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് വന്ന ഒരു സിറ്റുവേഷനിൽ
ചിലപ്പോൾ ഒരു കോപ്പിംഗ് മെക്കാനിസം ഒന്നും കറക്റ്റ് ആയിട്ടില്ലാത്ത ആൾക്കാരിലാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പുറത്തു വരാം. ആങ്സൈറ്റിയും ഡിപ്രഷനും ഫിയർ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാത്തിനോടും നമുക്ക് ഒരിടത്തും ഒരു മിരുമിരിപ്പെന്ന് നമ്മൾ പറയത്തില്ല, ഒരിടത്തും ഒന്നും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനോടും ഒരു പേടി, ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ല, ഇതൊന്നും പോരാ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകള്, ഒരു എന്താ പറയുന്നത്, എപ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ്, അതൊക്കെയാണ് ആങ്സൈറ്റിയുടെ മെയിൻ ആയിട്ട് സിംറ്റംസ് കാണിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ കൂടി നിൽക്കും. ഇതൊക്കെ ഒരുപാട് പ്രൊലോങ്ഡ് ക്രൈം സ്പെൽസ് ഒക്കെ അവർ കാണിക്കും. പിന്നെ ഫിയർ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഗെറ്റിംഗ് ഇങ്ങനെ, അവർക്ക് ഇൻഫെക്ഷൻ പിടിക്കുമോ എന്നുള്ള പേടിയും ഉണ്ട്, അതുപോലെ അവരത് സ്പ്രെഡ് ചെയ്യുമോ എന്നുള്ള പേടിയും ഉണ്ട്. അവരുടെ ഫാമിലി, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അതിനെപ്പറ്റിയൊക്കെ അവർക്ക് പറയുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് ഇൻഫെക്ഷൻ പിടിക്കുമോ എന്നുള്ള പേടി. പിന്നെ ഇൻസോംനിയ എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ മാത്രമല്ല, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിൽ നെട്ടി എഴുന്നേക്കുക, അല്ലെങ്കിൽ അതിരാവിലെ എന്ന് പറയുന്നത് ഒരുപാട് 3 o'clock 4 o'clock ആ സമയത്തൊക്കെ എഴുന്നേറ്റ് പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡ്രീംസ് കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻസോംനിയയുടെ അകത്ത്. പിന്നെ ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ എല്ലാ ആൾക്കാർക്കും സ്ട്രെസ് ഉണ്ടാവാം. നമ്മൾ എന്തെങ്കിലും ഒരു ട്രോമ, ഇപ്പൊ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ നമ്മൾ ആ സമയത്ത് വളരെ വലിയ ട്രോമയിലായിരിക്കും, നമുക്ക് വളരെ വലിയ സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അത് ഒരു 1 or 2 പോട്ടെ, ഒരാഴ്ചയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും, we will get back to the normal, അല്ലെ? അങ്ങനെയാണ് സാധാരണ രീതിയിൽ. പക്ഷെ ട്രോമാറ്റിക് സ്ട്രെസ് അനുഭവപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അപ്പൊ ഈ ICUലും ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ദിവസങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ 3, 4, 5, 6, 10 മരണങ്ങൾ ഇങ്ങനെ അവരുടെ കൺമുന്നില്, അതും ചെറിയ കുഞ്ഞുങ്ങളാവാം, പ്രായം കുറഞ്ഞ യുവജനങ്ങളാവാം, അമ്മയുടെ പ്രായമുള്ളവരാവാം, അല്ല സിസ്റ്ററിന്റെ, അങ്ങനെ അവരതിനെ ഇങ്ങനെ പേഴ്സണലി കാണാൻ തുടങ്ങും. എന്നിട്ട് അവർക്ക് ആ ട്രോമയുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ദി ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു ഡീപേഴ്സണിഫിക്കേഷൻ വരും. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലായ്മ, അവരുടെ പേഴ്സണൽ ഹൈജീൻ, ഗ്രൂമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലായ്മ, എല്ലാത്തിനോടും ദേഷ്യം, എല്ലാത്തിനോടും പൊട്ടിത്തെറി, അങ്ങനത്തെ പോലത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാം. പിന്നെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, അത് സാധാരണ രീതിയിൽ കാണുന്നത് പുതിയതായിട്ട് തുടങ്ങാൻ ചാൻസ് ഇല്ല, പക്ഷെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരിൽ അതിന്റെ ഇന്റൻസിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം മെയിൻ ആയിട്ട് പറഞ്ഞാൽ, അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂടാം. അത് ആക്ച്വലി ഒരു സ്ട്രെസ് കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇൻ ലോങ് ടേം അത് വളരെ വലിയ ഇഷ്യൂസിലേക്ക് നയിക്കും. പിന്നെ അടുത്തത് സൂയിസൈഡ് പലപ്പോഴും കാരണമാവുന്നത് ഇങ്ങനെയുള്ള ട്രോമ മാത്രമല്ല, മറിച്ച് ഈ ഐസൊലേഷനും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതിനൊരു മെയിൻ. നമ്മൾ ഈ കുറച്ച് നാള് ഒരാഴ്ച മുന്നേ നമ്മൾ കണ്ടിരുന്നു ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തത് ഈ കോവിഡ് സിറ്റുവേഷനിൽ. കോവിഡ് പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടറായിരുന്നു അദ്ദേഹം. ഞാൻ ന്യൂസ് ശരിക്കും ഓർക്കുന്നില്ല, പക്ഷെ എനിക്കത് ഓർമ്മയുണ്ട്, ഒരാഴ്ച മുന്നേ ന്യൂസ് പേപ്പറിൽ വന്നതാണ്. അപ്പൊ പലപ്പോഴും ഈ സൂയിസൈഡ് സംഭവിക്കുന്നത് ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസിന് കൂടെ അവർ ഐസൊലേഷനിലേക്ക് പോകുമ്പോഴാണ്. ഐസൊലേഷനും ഇത്. ഓക്കെ, ഇനി സപ്പോർട്ട് മെന്റൽ ഹെൽത്ത് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവരുടെ ഈ എല്ലാ ഇഷ്യൂസിനെയും എല്ലാ കൺസേൺസിനെയും നമുക്ക് 5 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 5 റിക്വസ്റ്റുകളായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അതായത് ഹിയർ മീ, പ്രൊട്ടക്ട് മീ, പ്രിപ്പയർ മീ, സപ്പോർട്ട് മീ ആൻഡ് കെയർ ഫോർ മീ. Okay, so it doesn't mean that അവർ വന്ന് they'll come and ask us. ഇങ്ങനെ വന്ന് അവർ ചോദിക്കത്തില്ല പ്ലീസ് ഹിയർ മീ, പ്ലീസ് പ്രൊട്ടക്ട് മീ, പ്ലീസ്, അങ്ങനെ അവർ ചോദിക്കത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഇതാണ് അവരുടെ ആവശ്യം. ഓക്കെ, ദിസ് ഇസ് ദെയർ നീഡ്. ഹിയർ മീ, പ്രൊട്ടക്ട് മീ, പ്രിപ്പയർ മീ, സപ്പോർട്ട് മീ ആൻഡ് കെയർ ഫോർ മീ. അപ്പൊ ഇതിനു വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക്കിന്. ഇനി നെക്സ്റ്റ്, ഇന്റർവെൻഷൻസ് ടു പ്രൊവൈഡ് മെന്റൽസ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് കേട്ടോ, പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്റർവെൻഷൻസ് ടു പ്രൊവൈഡ് മെന്റൽ സപ്പോർട്ട് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഡ്യൂറിംഗ് ആൻ ഇൻഫെക്ഷ്യസ് പാൻഡമിക്. എന്തൊക്കെ മെഷേഴ്സ് ആണ്, എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സപ്പോർട്ടീവ് ഇന്റർവെൻഷൻസ്, എൻകറേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ഇന്റർവെൻഷൻസ്, പ്രൊട്ടക്റ്റീവ് ഇന്റർവെൻഷൻസ്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ് നീഡ്സ്, using platform of technology and online services. So ഈ പറയുന്ന സർവീസസുകളെയൊക്കെ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ക്ലിയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് someone is falling down on the job or even weak.
ഓക്കെ, സോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഒരു ഹെൽത്ത് കെയർ വർക്കർ ആണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവര് അവിടെ മരിച്ചു വീഴുവോളും അല്ലെങ്കിൽ ക്ഷീണിച്ച് അവശയാകുവോളും അവിടെ കിടന്ന് പണിയെടുക്കണമെന്ന് അതിന് അർത്ഥമില്ല. അവർക്ക് അവരുടേതായ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഉണ്ട്. അതിനെ നമ്മൾ മാനിക്കാൻ തയ്യാറാവണം പബ്ലിക്. പിന്നെ കൺസിഡർ സ്ട്രോങ് ഇമോഷൻസ്, ഇറിറ്റബിലിറ്റി ഓർ മൂഡ് സ്വിങ്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് നോട്ട് ടു ബ്ലെയിം. അതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ, അല്ലെങ്കിൽ മറ്റുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിക് മനസ്സിലാക്കേണ്ടത്. ഞാൻ പലപ്പോഴും ന്യൂസിൽ കാണാറുണ്ട്, ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ ICUയിൽ ഇരുന്നപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പെരുമാറി, അല്ലെ ഡോക്ടർ ഇങ്ങനെ പെരുമാറുന്നു. അവരും മനുഷ്യരാണ്, അവരിങ്ങനെ ബേൺ ഔട്ട് ആയിട്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ചില സമയത്ത് അവർക്കും അവരുടെ കൺട്രോൾ, അവരുടെ ഇമോഷൻസ്, എത്ര കാം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ പിടിവിട്ട് പോവാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാം. അപ്പൊ അതിനൊരു മാനുഷിക പരിഗണന കൊടുത്ത് നമ്മൾ മനസ്സിലാക്കണം. എക്സ്ട്രീംസിനെ അല്ല ഞാൻ പറയുന്നത്, ചെറിയ ചില കാര്യങ്ങൾ. നെക്സ്റ്റ് ഈസ് എൻഷുർ ദാറ്റ് ബേസിക് നീഡ്സ് ആർ മെറ്റ്. അതായത് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ആരോ സ്പീച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, വെള്ളം കുടിക്കാതെ, ബ്രേക്ക് എടുക്കാതെ, പ്രൊട്ടക്റ്റീവ് ഗിയർ മാറ്റാതെ നമ്മൾ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നു. അതൊരിക്കലും നമ്മൾ അങ്ങനെ വരുത്തരുത്. അത് അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം അവര് എക്സോസ്റ്റഡ് ആയി പോവാന്ന. അപ്പൊ അവര് എക്സോസ്റ്റ് ആയി പോയാൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ എക്സോസ്റ്റ് ആയി പോകും. അവർക്ക് ആവശ്യമായ ബേസിക് നീഡ്സ് എല്ലാം അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് പ്രോപ്പറായ ഭക്ഷണം കിട്ടണം, പ്രോപ്പറായ റെസ്റ്റ് കിട്ടണം, പ്രോപ്പറായ ബ്രേക്ക് കിട്ടണം, ഓഫ് ഡേയ്സ് കിട്ടണം, ഷിഫ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഭക്ഷണം കുടിക്കാനോ വെള്ളം കുടിക്കാനോ സമയമില്ല എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞ് അവരുടെ സഹനശക്തിയെ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ച്വലി ഷോസ് ദ ഫെയിലിയർ ഓഫ് അവർ ഹെൽത്ത് സിസ്റ്റം. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ റിമെമ്പർ സ്ട്രാറ്റജീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പാസ്റ്റ് വൈൽ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽറ്റി. അത് നഴ്സസ് ആയിട്ടുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ ഹെൽത്ത് കെയർ, നിങ്ങളുടെ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം, നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരാവാം, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. റിമെമ്പർ സ്ട്രാറ്റജീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പാസ്റ്റ് വൈൽ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽറ്റി. അത് ചിലപ്പോൾ ചില അവർക്ക് തന്നെ ചില ഡെയിലി റൊട്ടീൻസ് ഉണ്ടാവാം. ആ റൊട്ടീൻസ് പാസ്റ്റില് അവർക്ക് ചില ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് മീൻസ് ഡീൽ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലും അതെടുത്ത് ഉപയോഗിക്കാൻ അവർക്ക് പറ്റണം. അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരോടൊന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർക്കതൊന്നും ഓർമ്മ വരത്തില്ല, അവരുടെ ഇമോഷണൽ ഇംബാലൻസ് കാരണം. പിന്നെ അവിടെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, ഈ റിമെമ്പർ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് വരരുത്. അതായത് സബ്സ്റ്റൻസ് യൂസ് പോലുള്ള കാര്യങ്ങൾ, അത് നമ്മൾ വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ തന്നെ ചില സമയത്ത് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാം. ഇങ്ങനെയുള്ള പാൻഡമിക്കിന്റെ അവസ്ഥയിൽ ഒരു ബ്രേക്ക് വരും, ഇങ്ങനെ ചെയിൻ ബ്രേക്ക് വരും, ഈ മെറ്റീരിയൽ സപ്ലൈ ആവാൻ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആള്, അല്ലെങ്കിൽ സ്മോക്കിംഗ് എടുക്കുന്ന ആള്, ഹെൽത്ത് കെയർ വർക്കർ ആവാം ചിലപ്പോൾ അവര്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഈ ഒരു ചെയിൻ ബ്രേക്ക് വരുന്നത് കാരണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കൂടെയുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ടു ഒബ്സർവ്. അത് നമ്മൾ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അവര്. പിന്നെ ഹാവ് സോഷ്യൽ കോണ്ടാക്ട് ഇൻ പ്രൈവറ്റ്. അത് അഗെയിൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്, നമ്മൾ എല്ലാവരെയും ഉപദേശിക്കുന്ന പോലെ തന്നെ നമുക്ക് തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഓൾറെഡി പേടിയുണ്ട്. അവര് വെദർ ദേ ഗെറ്റ് ഇൻഫെക്റ്റഡ്, അല്ലെങ്കിൽ അവരത് മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ പാസ് ആകുമോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അത്. നമ്മൾ നമ്മളുടെ സോഷ്യൽ കോണ്ടാക്ട് ഒക്കെ പറ്റുന്നതും പ്രൈവറ്റ്, അതായത് ഓൺലൈൻ ആയിട്ടോ ഫോണിൽ കൂടെയോ അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഈ COVID-19 പശ്ചാത്തലത്തില്. പിന്നെ കീപ്പ് അപ്പ് ഡെയിലി റൊട്ടീൻസ് ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ വൺസ്. അപ്പൊ ഒരിക്കലും ഒരു ഡെയിലി റൊട്ടീൻ ഇല്ലാതെ മുന്നോട്ട് പോകരുത്. എത്ര ബിസി ആയിട്ടുള്ള ഹെൽത്ത് കെയർ വർക്കറോ അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ ആയാലും ഇങ്ങനെ ഒരു ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ വളരെ ബിസി ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നാലും they have to have a daily routine, or ഇനി ഇല്ലെങ്കിൽ encourage them to establish new ones. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. നമ്മൾ ഇനി മുന്നോട്ട് കൊടുക്കേണ്ടതായ ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അത് ഇൻഡിവിജ്വൽ മെഷേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ മെഷേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേഷൻ ഉണ്ട്. സോ ഇൻഡിവിജ്വൽ മെഷേഴ്സിൽ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസ്, നമുക്ക് ഇപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് പോസ്, സ്റ്റോപ്പ്, ബ്രീത്ത് ആൻഡ് തിങ്ക് അല്ലെങ്കിൽ ആക്ട്. ആ ഒരു നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, എന്തെങ്കിലും നമ്മൾക്ക് ഭയങ്കര ബേൺ ഔട്ട് ആയി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത്
ഒന്ന് നിർത്തിയിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത്, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കുക. ഓക്കെ, ആ ഡീപ്പ് ബ്രീത്ത് നിങ്ങളുടെ ബ്രെയിനെ വളരെ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യും, നിങ്ങളുടെ ഇമോഷൻസിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ബാലൻസ് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റോപ്പ്. അപ്പൊ അങ്ങനെയുള്ള ചില നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസിന്റെ സ്ട്രാറ്റജീസ് ഉണ്ട്, യോഗയുണ്ട്, മൈൻഡ്ഫുൾനെസ് ഉണ്ട്. അപ്പൊ അത് എന്തും ആവാം, ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള തിരഞ്ഞെടുക്കലാവാം അവിടെ. അത് ഇനി അടുത്തത് ഓർഗനൈസേഷണൽ മെഷേഴ്സ്. ഇപ്പൊ ഇന്ത്യ പോലത്തെ രാജ്യത്താണ് അതില്ല, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇങ്ങനെ ഓർഗനൈസേഷണൽ മെഷേഴ്സ് ഒന്നും ഇല്ലാത്തത് മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയുള്ളത്. പക്ഷെ ഡെവലപ്ഡ് ആയിട്ടുള്ള UK, US, ഓസ്ട്രേലിയ ഒക്കെ പോലെയുള്ളിടത്തൊക്കെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ മെഷേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ അവരുടെ റൊട്ടീൻസ്, അവരുടെ ഷിഫ്റ്റുകള്, ഹെൽത്ത് കെയർ പേഴ്സൺസിന്റെ നമ്പർ, അതൊക്കെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ള അവരുടെ മെഷേഴ്സ്. പിന്നെ അവരുടെ ഇപ്പൊ ഒരാള് ഇതിന്റെ ഈ ഒരു സിറ്റുവേഷന്റെ ഇടയ്ക്ക് ഇൻഫെക്റ്റഡ് ആയെങ്കിൽ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്, ഇപ്പൊ ഇന്ത്യയിലും അത് ആയി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെയൊക്കെ കുറച്ചും കൂടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വളരെ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് എംപ്ലോയീസിന് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ഓർഗനൈസേഷണൽ മെഷർ നമ്മുടെ ഇന്ത്യൻ സെറ്റിംഗ്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബഡ്ഡി മെഷറാണ്. അതായത് ഒരു ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വിടാതെ ഒരു ബഡ്ഡീനെ കൊടുക്കുക, ഒരു പെയർ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ തിങ്സിനെ മാനേജ് ചെയ്യാന് ഈ ബഡ്ഡി പെയർ അല്ലെങ്കിൽ പെയർ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മിലിറ്ററിയിലൊക്കെ ഉള്ള പോലെ തന്നെ ബഡ്ഡീസ് ആയിട്ട് അവരെ ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കുക. പിന്നെ അടുത്തത് ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേഷൻ. നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് ഒക്കെ ഇപ്പൊ 50 lakhs ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നത് പിന്നെയും വന്നെന്ന് തോന്നുന്നു. ഹെൽത്ത് കെയർ, അപ്പൊ അതൊക്കെ അവരുടെ മെന്റൽ സ്ട്രെങ്തിനെ വളരെ വലുതായിട്ട് എൻഹാൻസ് ചെയ്യും. അപ്പൊ സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ ഫേസ്ഡ് വിത്ത് ന്യൂമറസ് സ്ട്രെയിൻസ് ആൻഡ് സ്ട്രെസ്സസ് as part of COVID-19 pandemic. Prevention and reduction of psychological stress on healthcare workers plays an important role in maintaining the health system's functionality, and a normalization of stress and strong emotions, social support, the maintenance of basic needs and self-care plays a central role. അപ്പോൾ നമ്മൾ മാലാഖമാരായിട്ട് നഴ്സുമാരെ വെച്ചിട്ട് കാര്യമില്ല. ബഹുമാനം മാത്രമല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, മറിച്ച് ഒരു മാനുഷിക പരിഗണന. ഓക്കെ, ഒരു ഹ്യൂമാനിറ്റേറിയൻ ആ ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പ്രശ്നമായെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ കൊളാപ്സ് ആവും. ഹെൽത്ത് കെയർ സിസ്റ്റം കൊളാപ്സ് ആയെങ്കിൽ നമ്മുടെ സർവൈവലിനെ തന്നെ അത് ബാധിക്കും, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വൈറൽ ഇൻഫെക്ഷ്യസ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഞാനിവരൊരു ഡിസ്കഷൻ, അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അജണ്ട, ഒരു ഡിസ്കഷൻ. ഞാനിപ്പോ വിചാരിച്ചത് ഇവിടെ നമ്മളുടെ നഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയാമെന്നുള്ളതാണ്. ബട്ട് എനിവേ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് യു ഓൾ. It was a wonderful session, ma'am, and thanks a lot for this. Thank you. You're welcome. And I hand over the floor to chairperson. ഭൂമിയിലെ മാലാഖമാർക്കായി ഞങ്ങളുടെ ഒരു ചെറിയ സമർപ്പണം സാദരം ഇവിടെ സമർപ്പിക്കുകയാണ്. മാലാഖമാര് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് കുഞ്ഞു. ഭൂമിയിൽ മാലാഖമാരുണ്ടല്ലോ, അവരാരാണെന്ന് അറിയോ കുഞ്ഞുന്? മലയാളമൊന്നായി നിന്നിടും, പാരിടും ശലഭമായി
ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം Trouble calls, I'll leave a heart that cares. We'll conquer your darkest hour. Never fear, I'm here. You have a friend in me. Thank you. Over to MC. Thank you. And we know that how much important they are to us and to the society. So we salute each and every nurses out here. And next, Manoj Govind, JC Manoj Govind, JCA Zone 20-യുടെ മുഖവര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. JCA കൊച്ചിന്റെ അഭിമാനമായ ട്രെയിനിങ് മേഖലയിലെ പ്രഗത്ഭരിൽ ഒരാൾ, പ്രമുഖൻ. തന്റെ വാക്ചാതുര്യം കൊണ്ടും അനർഘ നിർഗളമായി പ്രവഹിക്കുന്ന മലയാള ഭാഷാ നൈപുണ്യം കൊണ്ടും തന്റെ മുന്നിലിരിക്കുന്ന സദസ്സിനെ അറിവിന്റെയും ആസ്വാദനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പരകോടിയിലെത്തിക്കുന്ന പരിശീലകൻ. പ്രൊഫഷണൽ ജീവിതത്തിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത് കൂടി കൈമുതലായിട്ടുള്ള ശ്രീ മനോജ് ഗോവിന്ദ്, അദ്ദേഹത്തെ സ്വാഭിമാനം സഹർഷം സ്വാഗതം ചെയ്യുന്നു. Thank you, Anu. Thank you very much. I hope you can hear me, അല്ലേ? കേൾക്കാലോ അല്ലേ? ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന വർഗീസ് ആണോ മുളന്തിരുത്തിന്ന്? അതെ. വർഗീസ് എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റിൽ നിന്ന് ഒഴിവാക്കൂ. എനിക്ക് ഇത്രയും കുറച്ച് പേരല്ലേ ഉള്ളൂ. നിങ്ങളിൽ ഒരാളായിട്ട് ഇരിക്കാം എനിക്ക്. അങ്ങനെ ചെയ്തൂടെ? ഓക്കെ. അപ്പൊ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന അതൊന്നും മാറ്റിക്കോളൂ. ടൈലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ടൈലായിട്ടാണോ കിടക്കുന്നത്? അല്ല, ഗാലറി വ്യൂയിലേക്ക് ഇപ്പൊ ഗാലറി വ്യൂയിലേക്ക് വരില്ലേ? എന്നെ മാത്രം പ്രൊജക്ട് ചെയ്യണ്ട. ഓക്കെ. കാരണം ഇത് നമ്മുടെ ആൾക്കാരല്ലേ ഇതിനകത്ത് കൂടുതലുള്ളത്. ഓക്കെ. സോ താങ്ക് യു. ആദ്യം ഈ ഒരു പ്രോഗ്രാം, ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിന്റെ തുടക്കം കുറിച്ചത് ജയസിററ്റ് അഞ്ജു വർഗീസ് ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ അഞ്ജു വർഗീസിന് ആദ്യമായ അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ 6 ചെയർപേഴ്സൺസ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ ജയസിററ്റ് ചെയർപേഴ്സണായ അനു തങ്കം തൊട്ട് ജയസിററ്റ് ലിനി ജോൺ,
JSRS Deepa Joshi, then JSRS Sajina Rafiq, JSRS Anil Joji, and JSRS Asha Suresh. ഇങ്ങനെയുള്ള 7 പേര് ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ഉദാത്തമായ ഒരു ദിവസത്തിലാണ് ഇന്നത്തെ ഈ കൂടിച്ചേരൽ. ഒപ്പം നമ്മളുടെ JSRS ശ്രീവിദ്യ ഹരീഷ്, സോൺ ഡയറക്ടർ JSRS വിങ്ങും, പിന്നെ നമ്മുടെ സോൺ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JC അഡ്വക്കേറ്റ് നെൽസൺ ജോസഫും, ഒപ്പം വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നേഴ്സസ് സമൂഹത്തിന് അവർക്കുണ്ടാവുന്ന പല പല കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി തന്നെ അവതരിപ്പിച്ച നമ്മുടെ ഇന്നത്തെ കീനോട്ട് സ്പീക്കർ മിസ് മിലു സൂസൻ, എല്ലാവർക്കും ഒപ്പം തന്നെ ഈ സോൺ 20-യിലെ ഇന്നീ പ്രോഗ്രാം കാണുവാനും പങ്കുചേരുവാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ളവരും, ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായുള്ള എനിക്ക് തോന്നുന്നു ഒരു 15 ഒരു 10 പേരെങ്കിലും നേഴ്സസ്മാരുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഓക്കെ, ഷോ ഒരു എന്താ പറയാ, എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങുന്നത് ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടാണ്. അത് തുടങ്ങുന്നത് 1996 അട്ടപ്പാടിയിൽ വെച്ചാണ് അത് തുടങ്ങുന്നത്. പിന്നീട് അവിടുന്ന് ഞാൻ ഗ്രേഡ് 1 ഒക്കെ ആയിട്ട് അന്നമനടയിൽ എത്തിയപ്പോഴാണ് ഞാനത് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് JPHന്മാരാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളൊക്കെ തന്നെ ചിരിക്കുന്ന മുഖവുമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തില് ഈ JPHന്മാർ നിർബന്ധപൂർവ്വം വീട്ടിൽ വന്നിട്ട് നമുക്ക് തന്ന വാക്സിനേഷൻസ് ഒക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ചിരിക്കാനുള്ള കാരണങ്ങളൊക്കെ തന്നെ. കാരണം അന്ന് പോളിയോ ഒക്കെ എടുക്കാൻ നടക്കുന്ന സമയത്തൊക്കെ ആൾക്കാരുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഹെൽത്ത് വർക്കേഴ്സിന്. നമ്മൾ കോമൺ മുന്നണി പോരാളികൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും കൂടുതലായിട്ട് അവരെ പോലുള്ളവരൊക്കെ തന്നെയാണ്, അസംഘടിതരാണ് അവരൊക്കെ തന്നെ. അപ്പൊ ഇതില് നമ്മൾ നിങ്ങളെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ സേവനത്തിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് മഹാത്മാഗാന്ധിജി 1 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു വെച്ച വാചകമുണ്ട്. അത് അക്ഷരാർത്ഥത്തില് ഈ പറയുന്ന മുന്നണി പോരാളികൾക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒരു ഡെഫിനിഷനായിട്ട് തന്നെ നമുക്ക് പറയാം. ഡെഫിനിഷനേക്കാൾ ഉപരി ആതുര ശുശ്രൂഷ രംഗത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രൊഫഷണൽ എന്ന പദത്തിന്റെ കാവ്യാത്മകമായി തരുന്ന ഒരു ഉത്തരമാണ് ഗാന്ധിജി അന്ന് നൽകിയത്. കാരണം നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനകത്ത് അലിഞ്ഞു ചേരുക. അതിനകത്ത് അലിഞ്ഞു ചേരുമ്പോൾ നമ്മൾ ആരാണ് എന്നത് നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ജോലി എന്താണെന്നുള്ളത് മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അപ്പോ ഒരു നേഴ്സിന് ഏറ്റവും അത്യാവശ്യമായ ക്വാളിറ്റി ആയിട്ട് പലപ്പോഴും വായിക്കുന്നതും കേൾക്കുന്നതും അനുഭവജ്ഞാനത്തിൽ വരുന്നതും ഒന്ന് അവരുടെ എംപതിയും, 2 അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ്. അതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രം. അപ്പോ എങ്ങനെയാണ് അതെന്ന് ചോദിക്കുമ്പോൾ 2 വർഷം മുമ്പ് ഓണത്തിന്റെ ആ സമയത്ത് എൻ്റെ അമ്മ നാട്ടില് കൊലപ്പാട് വെച്ച് അമ്മയുടെ അമ്മ തെന്നി വീണിട്ട് അമ്മയുടെ ഷോൾഡർ ഒരു ചുമരിൽ പോയിട്ട് അടിച്ചു കൊള്ളുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എറണാകുളത്താണ്. അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ കാണുന്നതിന് മുമ്പ് കേൾക്കുന്ന കാഴ്ച അമ്മയുടെ ഷോൾഡർ ബോൺ, അമ്മയ്ക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, എനിക്ക് പോകാൻ പറ്റാതിരിക്കുന്നു. അമ്മ അങ്ങനെ ആദ്യം ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പോയി കണ്ടതിന് ശേഷം അവർ പറഞ്ഞു യാതൊന്നുമില്ല ടീച്ചറെ, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് ആ വേദന സഹിക്കാൻ അമ്മയുടെ പുറംഭാഗം എണീക്കുമ്പോൾ അമ്മയ്ക്ക് വേദന തോന്നുന്നു. അമ്മ ആരോട് ചോദിച്ചപ്പോൾ അവരെന്തോ തരത്തിലുള്ള ബെൽറ്റ് അമ്മയ്ക്ക് കൊടുത്തു. അതായത് നിവർന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റാണ് അമ്മയ്ക്ക് കൊടുത്തത്. അങ്ങനെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം വേദന പോവാതിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് അമ്മ പോകുന്നു. അങ്ങനെ അമ്മ അവിടെ ചെന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നു. ഡോക്ടർ അമ്മയുടെ കൈ പിടിച്ചു പൊക്കുന്നു, താഴ്ത്തുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വേദനയുണ്ട് ഡോക്ടറെ, എനിക്ക് ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാനൊരു ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് ഡോക്ടറെ. എന്നിട്ട് അമ്മ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു, ഇത് ജീവിതകാലം മുഴുവൻ ധരിക്കേണ്ടി വരുമോ ഡോക്ടറെ എന്ന് അമ്മ ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർ അമ്മയോട് ചോദിച്ചത്, ആ ടീച്ചറാണ് എന്നുള്ളതൊക്കെ അറിയാമെങ്കിലും ഡോക്ടർ അവിടെ ചോദിച്ചതായിരുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നാണ് ചോദിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കിപ്പോ 76 വയസ്സായി എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഒന്നും ചോദിച്ചില്ല. അമ്മ ഇങ്ങനെ പതുക്കെ എണീറ്റിട്ട് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അമ്മ അവരോട് ചോദിച്ചു, എന്താ മോളെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഒരു തോളി കൂടെ കൈയിട്ട് മറ്റൊരു തോളത്ത് പിടിച്ചുകൊണ്ട് അവര് പറഞ്ഞു, എൻ്റെ ടീച്ചറെ, ആ ഡോക്ടർ പറഞ്ഞത് ഇത് വളരെ ഭംഗിയായിട്ട് തീരുന്നല്ലേ, ഇതൊന്നും വലിയ സമയമൊന്നും എടുക്കില്ല, അതാ ഡോക്ടർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു.
അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ ആ ഡോക്ടർ അവരെ നേരെ മുന്നിലേക്ക് പിടിച്ചിട്ട് ആ നേഴ്സിനോട് ചോദിച്ചു, ആ ഡോക്ടർ ഇരുന്ന സീറ്റിൽ മോൾക്ക് ഇരിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊഫഷണലിസം. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ചെയ്യുന്ന കർമ്മങ്ങളിലല്ല, മറിച്ച് നമ്മളൊരു മറ്റൊരു വ്യക്തിക്ക് അനുഭവവേദ്യമാകുന്ന രൂപത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു, അതിലൂടെയാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നത്. അത്തരമൊരു മേഖലയിലൂടെ ആയിരിക്കണം ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവരും തന്നെ. അത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആയിക്കൊള്ളട്ടെ, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല അവിടെ മുന്നേറ്റേക്ക് വരേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്താ പറയാ ഏറ്റവും അവസാനം ഒരു റെസിഡ്യൂ ആയിട്ട് മുന്നോട്ടേക്ക് വരേണ്ടത്. നമ്മൾ പലപ്പോഴും പറയും, കർമ്മനിരതരായിരിക്കുന്ന നഴ്സുമാരെ നമ്മൾ വിവക്ഷിക്കുന്നത് ജ്വലിച്ചു നിൽക്കുന്ന മെഴുകുതിരിക്ക് തുല്യമായിട്ടാണ്. അതിലൊരു നെഗറ്റീവ് അർത്ഥത്തിലേക്ക് നമ്മൾ പോരുത്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മെഴുകുതിരി എപ്പോൾ വേണമെങ്കിലും അലിഞ്ഞില്ലാതായി പോകുമെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അർത്ഥത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. സ്വയം ജ്വലിച്ചു നിൽക്കുമ്പോൾ അവർ മാർഗമായി തീരുന്നതിനോടൊപ്പം തന്നെ മറ്റനേകായിരം പേർക്ക് ആ ജ്വാലയുടെ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ജ്വലിപ്പിക്കാൻ കൂടി തക്കവണ്ണം അവര് സ്വയമില്ലാതായി തീരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മളൊക്കെ തന്നെ നമ്മുടെ ജോലിയിൽ ജ്വലിച്ചില്ലാതാവുന്നു. പക്ഷെ നമ്മുടെ ജോലിയിൽ നമ്മൾ ജ്വലിച്ചില്ലാതായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമേകിക്കൊണ്ട്, മറ്റുള്ളവർക്ക് സമാശ്വാസമേകിക്കൊണ്ട്, അവരെ ജ്വലിപ്പിച്ചുകൊണ്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കുക. അവിടെയാണ് ഒരു നഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് സൃഷ്ടിച്ചെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ആബ്സെൻസ് ഓഫ് സഫറിങ്. Happiness is not the meaning of absence of suffering, but happiness is the acceptance of suffering. Happiness is the acceptance of sufferings. അതാണ് അവർ ചെയ്യുന്നത്. നേരത്തെ വളരെ ഭംഗിയായിട്ട് മിസ് മിലു സൂസൻ അവർക്കുണ്ടാവുന്ന പലതരത്തിലുള്ള മെന്റൽ സഫോക്കേഷൻസിനെ കുറിച്ചും ടർബുലൻസിനെ കുറിച്ചും അവർക്കുണ്ടാവുന്ന ട്രോമയെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അവരൊരിക്കലും കാണിക്കുന്നില്ല. അവർ കാണിക്കുന്നത് ഒരു ചിരിയാണ്. ആ ചിരി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന ഒരു ചിരി. പ്രായവ്യത്യാസം ഏത്, നമ്മൾ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ നേരത്ത് നമ്മൾ എത്ര വലിയ ആളായി കഴിഞ്ഞാലും നമ്മൾ പറയും വേദനിപ്പിക്കല്ലേ സിസ്റ്ററെ എന്ന് പറയും. ചിരിച്ചുകൊണ്ട് അവർ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ എന്ന് പറയുന്നത്. ആലോചിക്കുക, ഒരുപക്ഷെ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മളെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കുന്ന ആകെ ഒരാളായിരിക്കും അവര്. പക്ഷെ അവര് കുത്തിവെക്കുന്ന ചിലപ്പോ 50-ാമത്തെയോ 70-ാമത്തെയോ ആളായിരിക്കും. ആലോചിക്കുക, എത്രമാത്രം കരുതലോടെയാണ് അവർ നമ്മളെ സ്പർശിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും മനുഷ്യരാണ് എന്നുള്ളത്. നിസ്സഹായരായവരുടെയും ദയനീയമായവരുടെയും കഷ്ടപ്പാടുകൾ മാറ്റുവാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ദൈവവിളിയിലാണ് 17-ാമത്തെ വയസ്സിൽ നമ്മളൊക്കെ തന്നെ ഇപ്പോഴും ആരാധനയോടുകൂടി പറയുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്താ പറയാ ഒരു സ്നേഹ വിപ്ലവം തുടങ്ങി വെച്ചത് നഴ്സിംഗിലൂടെ. അത് തന്നെയാണ് ഇന്ന് എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നൈറ്റിംഗേൽ അവിടെ ജീവിതത്തിൽ കാണിച്ചു തന്നത് ഏറ്റവും വലിയൊരു ആപ്തവാക്യമാണ്, മൈ വർക്ക് ഈസ് മൈ മിഷൻ, മൈ വർക്ക് ഈസ് മൈ വിഷൻ. എന്റെ ജോലിയാണ് എന്റെ ദൗത്യം എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു തന്നു. അവരെ വിളക്കെഴുതുന്ന എന്താ പറയാ വനിത എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞു. മറ്റുള്ള തരത്തിൽ നമ്മൾ പല വിശേഷണങ്ങളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര പേർക്ക് സാധിക്കും ഇത്തരത്തില് മൈ വർക്ക് ഈസ് മൈ മിഷൻ എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു? 5 മണിയാവുമ്പോൾ വാച്ച് നോക്കിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ചാടുന്നവര്, 6 മണിക്ക് ശേഷം ഓഫീസിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അസ്വാരസ്യതയോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്യുന്നവര്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് ഡബിൾ ഷിഫ്റ്റിലും ട്രിപ്പിൾ ഷിഫ്റ്റിലും ജോലി ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കസേരയിൽ ഉറങ്ങിക്കിടക്കുന്നവര്. ഒരു ഡയറിയ കാലത്ത് അട്ടപ്പാടിയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കേരളം മുഴുവൻ അട്ടപ്പാടിയിലെ ട്രൈബൽ ഏരിയയിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. ഒരുപക്ഷെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള മട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിധി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തന്നെ പാരസെറ്റമോൾ എന്ന് പറയുന്ന കേവലം ഒരു ഗുളിക വെച്ചുകൊണ്ട് മാന്ത്രിക വിദ്യ കാണിച്ചവരായിരുന്നു അന്നത്തെ നഴ്സുമാർ മുഴുവൻ. ഇന്നും അതിന് മാറ്റമുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു, കാലം ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും. അപ്പൊ ഇത്തരം ഒരു മഹത്തായ സന്ദേശത്തിലൂടെ കടന്നു പോകുമ്പോ ഒരുപാട് നഴ്സുമാര് ഈ പറയുന്ന അവരുടേതായ വ്യക്തിപ്രഭാവം കൊണ്ട് അവർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 59-ാമത്തെ വയസ്സിൽ വാർ സോൾജിയേഴ്സിനെ കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കണം, അവരെ ശുശ്രൂഷിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ക്ലാര ബെർട്ടൺ തുടങ്ങിയ റെഡ് ക്രോസ് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സേവന സംഘടനയായിട്ട് മാറിയത്. അവരെ നമ്മൾ അറിയുന്നില്ല. കാരണം അവരൊക്കെ എന്താ പറയാ ഒരുതരം തെരച്ചിലേക്ക് അപ്പുറത്ത് നിന്നവരാണ്. 29 കൊല്ലം ആ സംഘടന നയിച്ച വ്യക്തിയാണ് അവര്.
ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും എന്താ പറയാ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ എന്താ പറയാ ട്രൂ ഫാക്ടർ കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന റെഡ് ക്രോസ്. മെന്റൽ പേഷ്യന്റിനെ മൃഗതുല്യമായി കണ്ടുകൊണ്ട് ചികിത്സിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡൊറോത്തിയ ഡിക്സ് എന്ന് പറയുന്ന വ്യക്തി മെന്റൽ പേഷ്യൻസിന് ഒരു രോഗമായി കൊണ്ട് ചികിത്സിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിക്ക് തുടക്കം കുറിച്ചത്. അല്ലാതെ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് മറ്റുള്ള തരത്തില് എന്താ പറയാ ബിരുദങ്ങൾ നെഞ്ചത്ത് ഏറ്റിവെച്ചവരൊന്നുമല്ല അതിലേക്ക് വന്നത്. കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് എന്നും ഒരു നിഴലായി നിന്നുകൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്ത് യാതൊരു തരത്തിലുള്ള ബഹുമാനങ്ങളും ഏറ്റുവാങ്ങാനുള്ള യോഗമില്ലാതെ പോയവരൊക്കെ തന്നെയാണ് ചരിത്രത്തിൽ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിലൊരാളായിരുന്നു ഡൊറോത്തിയ ഡിക്സ്. നമ്മൾ ഇന്നൊക്കെ തന്നെ റേപ്പ് വിക്ടിംസിന് സഹായകരമായ രൂപത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് വെർജീനിയ ലിഞ്ച്. അവർ തുടങ്ങി വെച്ചതാണ് ഫോറൻസിക് നഴ്സിംഗ്. ഇങ്ങനെ തുടങ്ങി എത്രയോ പേർ. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്നത് എപ്പോഴുമെങ്കിലൊക്കെ സമരം ചെയ്യുന്ന എന്താ പറയുക നഴ്സുമാരെ നമ്മൾ നോക്കുന്നു അല്ലേ. നമ്മളൊക്കെ തന്നെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് തുല്യമായ ഹോസ്പിറ്റൽസിന് വേണ്ടി നമ്മൾ എന്താ പറയുക പലപ്പോഴും പോസ്റ്റുകൾ ഇറക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഡബിൾ ഡ്യൂട്ടിയും ട്രിപ്പിൾ ഡ്യൂട്ടിയും ചെയ്യുന്ന നഴ്സുമാർക്ക് ഒരു ചായ പോലും കൂടുതൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിലെ എന്താ പറയുക നഴ്സ് ആരോഗ്യ പ്രവർത്തകർക്ക് എന്തോ തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് ഗൗരിയമ്മ മരിച്ചപ്പോഴാണ് നമ്മൾ ഇന്ന് അറിയുന്നത് നഴ്സുമാർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് ഗൗരിയമ്മയെ ആയിരുന്നു എന്നുള്ളത്. അതും ഇന്ത്യയിൽ ഒരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കാറില്ലെങ്കിലും എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും കടന്നു പോകുമ്പോഴും ചിരിച്ചുകൊണ്ട് രോഗിയുടെ അടുത്ത് വരുന്നവരാണ് ഇവരൊക്കെ തന്നെ. സുഭദ്ര ബാച്ചി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രൊഫഷണൽ തിങ്കറും റൈറ്ററും ഉണ്ട് ഇന്ത്യയിൽ. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട് ലോകത്തിൽ, അത് മാത്രമേ ഉള്ളൂ, ദ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പുസ്തകം. കാരണം അത് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും അത്തരം ഒരു പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു രംഗമാണ് ആരാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾസിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ ബാംഗ്ലൂർ ഹോസ്പിറ്റല് ഏകദേശം ക്ലിനിക്കലി ലൈഫ് ഫിസിക്കലി ഡെഡ് എന്നുള്ള മട്ടിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം അമ്മയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് രാവിലെ റൗണ്ട്സിന് വരുന്ന ഡോക്ടർ ഈ അമ്മയുടെ അടുത്ത് വരുന്നു. ഒരു എന്താ പറയാ ഒരു വിളിപ്പാടകലം നിന്നുകൊണ്ട് ഡോക്ടർ നോക്കുന്ന രീതി ഉണ്ടല്ലോ, തലേ ദിവസത്തെ ചാർട്ടുകൾ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം അമ്മയുടെ രോഗവിവരങ്ങൾ ചോദിക്കുമ്പോൾ യാന്ത്രികമായി ഉത്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച, അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് ഒരു നേഴ്സ് ഒരിക്കലും പ്രതികരിക്കില്ല എന്നുള്ളത് അറിയാമെങ്കിൽ പോലും ആ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ അമ്മയെ ചൂടുവെള്ളത്തിൽ തുടപ്പിക്കാൻ പോകുകയാണ്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ പുതിയ വസ്ത്രം ധരിപ്പിക്കുവാൻ പോവുകയാണ്, അമ്മയുടെ ദേഹത്ത് ഞാൻ പൗഡർ ഇടുവാൻ പോവുകയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒരു നേഴ്സ് അമ്മയെ പരിചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, I saw a person who is 100% professional. 100% പ്രൊഫഷണൽ. ശമ്പളത്തിന്റെ കാര്യത്തില്, സെക്യൂരിറ്റിയുടെ കാര്യത്തില് ഒരുപക്ഷെ നേരത്തെ കടന്നുപോയ ആ ഒരു വ്യക്തിക്ക് പുറകിലായിരിക്കാം ആ പരിചരിക്കുന്ന നേഴ്സെങ്കിലും ആ സുഭദ്ര ബാച്ചിയുടെ മനസ്സിലേക്ക് എന്നും ഒളിമങ്ങാത്ത ഓർമ്മകളായിട്ട് മാറി നിന്നത് ഈ ഒരു നേഴ്സിന്റെ പരിചരണമാണ് അമ്മയ്ക്ക് കൊടുത്തത്. നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഇത്തരം പരിചരണങ്ങളല്ലേ. മരുന്നിന് സാധിക്കാത്തത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ളവരെങ്കിലും നമ്മൾ എന്താ പറയാ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ കുറ്റം പറയാതിരിക്കാനുള്ള ഒരു സാംസ്കാരിക ബോധമെങ്കിലും നമ്മൾ കാണിച്ചേ തീരൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, കൂലി എന്ന് പറയുന്ന സിനിമയിൽ അപകടം പറ്റി കിടക്കുമ്പോഴും ജൂലി എന്ന് പറയുന്ന 19-കാരി നേഴ്സിനെ കുറിച്ച് അവരാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ച് എപ്പോഴോ അമിതാഭ് ബച്ചൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരുടെ പിറന്നാളിനൊക്കെ തന്നെ ബാംഗ്ലൂർ വരാറുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞതായിട്ട് ഓർമ്മിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ ഷീ മസ്റ്റ് ബി ദ സം ടോട്ടൽ ഓഫ് എന്താ പറയാ എംപത്തി, ഷീ മസ്റ്റ് ബി ദ സം ടോട്ടൽ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഷീ മസ്റ്റ് ബി ദ സം ടോട്ടൽ ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് എന്താ സ്റ്റാമിന എന്ന് പറയും. ഏറ്റവും കൂടുതൽ ജോലി വേണ്ട സംഭവമാണ്. 4-5 കിലോമീറ്ററാണ് ഒരു ദിവസം ഒരു നേഴ്സ് നടക്കുന്നത്. 1.5 ടണ്ണിന്റെ ഭാരമാണ് ഒരു ദിവസം മാറ്റിവെക്കുന്നത്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ഷീ മസ്റ്റ് ബി എൻ അഡ്വക്കേറ്റ് ഓഫ് ദാറ്റ് പേഷ്യൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ തന്നെയാണ് ഒരു നേഴ്സിനെ നേഴ്സാക്കി മാറ്റുന്നത്. പണ്ട് കാലത്ത് നേഴ്സിനൊരു തൊപ്പി ഉണ്ടായിരുന്നു. തൊപ്പി എന്ന് പറഞ്ഞാൽ വലിയ തൊപ്പിയല്ല, ചെറിയ തൊപ്പി. ഇന്ന് ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആ തൊപ്പി വെക്കാറില്ല. ആ തൊപ്പിക്ക് അവർ കൊടുക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്, ദാറ്റ് ക്യാപ്പ് റെപ്രസെന്റ്സ് ബോണ്ടിങ്, ദാറ്റ് ക്യാപ്പ് പ്രൊമോട്ട്സ് ബോണ്ടിങ് ആൻഡ് ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഐഡന്റിറ്റി ഓഫ് നഴ്സ് എക്സ്പെർട്ടൈസേഷൻ ആൻഡ് സിമ്പിൾ ഓഫ് നൊബിലിറ്റി.
സിംബൽ ഓഫ് നൊബിലിറ്റി. കുലീനത്വത്തിന്റെ അടയാളമാണ് ആ തൊപ്പി. ഇന്നും ആ തൊപ്പി ഇല്ലെങ്കിലും ഏതൊരു നേഴ്സും കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബോണ്ടിങ്ങിന്റെയും ഐഡന്റിഫിക്കേഷന്റെയും എക്സ്പീരിയൻസിന്റെയും കുലീനത്വത്തിന്റെയും ബാക്കി പത്രമായിട്ടല്ല നമ്മുടെ മുമ്പിൽ വരുന്നത്, ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളായിട്ടാണ് അവർ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അവരോട് എപ്പോഴെങ്കിലും നമ്മൾ അവരെ കാണുമ്പോൾ അവരോടുള്ള ബഹുമാനങ്ങൾ. കാരണം ചിരിക്കുന്ന മുഖവുമായിക്കൊണ്ട് ഒരു നഴ്സ് എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗി ഇറങ്ങിപ്പോകുമ്പോൾ വേദനിക്കുന്ന മറ്റൊരു രോഗി വരുമ്പോൾ അവരുടെ അടുത്തേക്ക് ആ വിഷമങ്ങൾ മുഴുവൻ മാറ്റിവെച്ചു കൊണ്ടുപോകുന്ന ഒരു നഴ്സ് എന്ന് പറയുന്നത് പ്രത്യക്ഷ എന്താ പറയുക ഉദാഹരണമാണ്. കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത കുറേയേറെ മാനേജ്മെന്റ് സിലബസിന്റെ എന്താ പറയാ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. വീണ്ടും ആ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഹാപ്പിനെസ് ഈസ് നോട്ട് ലാക്ക് ഓഫ് എന്താ പറയാ ഈ സഫറിങ്. ഹാപ്പിനെസ് ഈസ് നോട്ട് ലാക്ക് ഓഫ് സഫറിങ് ബട്ട് ഇറ്റ് ഇസ് അക്സെപ്റ്റൻസ് ഓഫ് സഫറിങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു സംഭവം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരമുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ മുൻകൈയെടുത്ത ജയശ്രീ സ്മിക്കിന് എല്ലാവിധ തരത്തിലുള്ള ആശംസകളും, ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു സംഭാവന മറ്റുള്ളവരിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ചിന്തകൾക്ക് തുടക്കാൻ കുറിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ജെസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളൊക്കെ തന്നെ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. ഇത്തരം ചെറിയ കാര്യങ്ങളിലും വലിയ തോതിൽ പുതിയ അലകൾ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോൺ 20 കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പേരറിയാത്ത നാളറിയാത്ത ഒരുപാട് നഴ്സുമാർക്ക് മുമ്പിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയാ പ്രണാമങ്ങൾ മാത്രം അർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഒപ്പം നല്ലൊരു പെരുന്നാൾ ആശംസകളും. Over to you. Thank you very much. Thanks a lot, sir. And it was really a great talk, as always. And handing over to chairperson. ഇന്ന് നമുക്ക് വേണ്ടി ഒരു ഹെൽത്ത് വർക്കേഴ്സിനെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നതിനെ കുറിച്ചും എല്ലാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന നെല്ലു സൂസൻ മാമിനെയും അതുപോലെ തന്നെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെയും അവർ നമ്മുടെ സമൂഹത്തിലുള്ള നഴ്സസിന് വേണ്ട എല്ലാ ആശംസകളും എല്ലാ അറിവുകളും പകർന്നു തന്ന നമ്മുടെ മനോജിയെയും ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കോഹോസ്റ്റ് ആയിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ചാപ്റ്റേഴ്സിലെ എല്ലാ ചെയർപേഴ്സൺസിനെയും അതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിന്ന എൻ്റെ പ്രസിഡന്റ് അഞ്ജു ചേച്ചിയെയും ോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ നഴ്സസിനുമുള്ള നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് ഓട്ടോ താങ്ക്സിനായിട്ട് ജെസിറെറ്റ് കൊച്ചി ഇൻഫോ പാർക്കിലെ ജെസിറെറ്റ് ചെയർപേഴ്സൺ ജെസി ലിനി ജോണിനെ ഞാൻ ക്ഷണിക്കുന്നു. Thank you, Asha. Am I audible? Yes. Yes, ma'am. Okay. Hello, everyone. I'm proud and thrilled to be a part of this meeting, and thank you for giving me this opportunity to propose the vote of thanks to everyone. This meeting, a huge shout out to JCI for organizing this program in honor of the Nurses Day. And what I want to say is, let's vow not to celebrate these selfless and passionate nurses just for a day, but for every single day of our lives. And I don't want to waste much time. First, I want to thank the keynote speaker of the day, Ms. Milu Susan, who's a nurse herself. And thank you so much, ma'am, for the insights into the lives of nurses. Most of the time, we common people forget to understand what the struggle of being a nurse is, rather than just giving you a respect you deserve. So thank you for making us understand that you are just as human as all of us are. And we will strive to make it better for each one of you. Thank you so much.
And especially kudos to the coordination team who chose a nurse to represent the entire community and have this keynote speech for us. Thank you. And moving on, I want to thank JC Manoj Govind sir, who time and again is proving why he is one of the best trainers of JCI. And I'm sure, just like me, many of the participants, it must be new news that he's also a health professional. At least for me, it was something new. And thank you so much, sir, for sparing your valuable time for this meeting. And moving on, I want to thank JC Red Wing Zone Director, Srimati Srividya Harish ma'am. She is one of the key persons who made this meeting possible. Thank you for all your support, ma'am. And I want to thank our zone vice president, Advocate Nelson Joseph sir, who's always been a strong support and lead for all our activities, though he prefers to take a back seat all the time. Thank you so much, sir. And last but the most important people, I want to thank the host of this meeting, the president and chairperson of JCI Mulanthuruthy, as well as the presidents and chairpersons of all the co-hosting chapters, JCI Cochin Metro, JCI Karimugal, JCI Kochi Info Park, and JCI Kolancheri. And my vote of thanks will not be complete without a huge shout out and thank you to all the nurses. I'm sure there are a lot of nurses who joined us today and helped us in organize this meeting, who are not even JCI members. A huge thank you to all of you. And once again, wishing you all a happy Nurses Day. Have a good night, everyone. And Eid Mubarak.